ഹായ് വെൽക്കം ടു ലിറ്റ് ലാബ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൈനറിൻ്റെ ടോപ്പിക്കാണ്. മൈനറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രോട്ടിസ്റ്റ് ആൻഡ് നോൺ കോഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ലിവിങ് വേൾഡ് നമുക്കറിയാം. നമ്മുടെ ലിവിങ് വേൾഡിൽ നമുക്ക് നമ്മുടെ ഓർഗാനിസത്തിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. നമ്മൾ പഠിച്ച ഒരു ക്ലാസിഫിക്കേഷനാണ് RH എക്വിക്ടാഗറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റ, കിങ്ഡം മൊനീറ, പ്ലാന്റേ, അനിമാലിയ, പിന്നെ നമ്മൾ ഫഞ്ചി ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് കിങ്ഡം പ്രൊട്ടിസ്റ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. കിങ്ഡം പ്രൊട്ടിസ്റ്റ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഇവരുടെ പ്രത്യേകത നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കും. അപ്പം എസെല്ലുലാർ ഓർ കൊളോണിയൽ ബോഡി വിതൗട്ട് ടിഷ്യൂ ആൻഡ് ഓർഗൻ. എസെല്ലുലാർ ബോഡി എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെല്ലുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മീൻസ് എസെല്ലുലാർ ആണ്. പിന്നെ അതുപോലെ കൊളോണിയൽ ബോഡിയാണ്, ഇവർക്ക് ടിഷ്യൂ മീൻസ് സെൽസ് ഡെവലപ്പ് ചെയ്തിട്ട് ടിഷ്യൂ ഉണ്ടാവുമെന്ന് അറിയാലോ. അപ്പം ആ കാര്യങ്ങളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. പിന്നെ ഓർഗൻസോ കാര്യങ്ങളൊന്നും വെൽ ഡെവലപ്ഡ് അല്ല, ആക്ച്വലി ഇവർ വെൽ ഡെവലപ്ഡ് അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് ലോക്കോമോട്ടർ ഓർഗൻസ് ആണ് പറയുന്നത്, ലോക്കോമോട്ടർ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അതിൽ ഇവർ ലോക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ലൈക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിലപ്പോൾ നമുക്ക് എന്താണ് കാലുകളാണ്, മനുഷ്യന്മാർക്ക് കാലുകളാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോട്ടിസ്റ്റയിൽ അടങ്ങുന്ന ആൾക്കാർക്ക് എന്തൊക്കെയുണ്ട്? സ്യൂഡോപോഡിയ, ഫസ്റ്റ് വൺ സ്യൂഡോപോഡിയ, പിന്നെ ഇവർക്കുള്ളത് ഫ്ലെജല്ല, അടുത്തത് വന്നാൽ സീലിയ. ഇപ്പം സ്യൂഡോപോഡിയൊക്കെ നമ്മൾ കാണുന്നത് ഇപ്പം അമീബയിലൊക്കെ സ്യൂഡോപോഡിയാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്ലെജല്ല കാണുന്നത് യൂഗ്ലീനയിലൊക്കെയാണ്. പിന്നെ കാണുന്നത് സീലിയ ഒക്കെ കാണുന്നത് നമ്മൾ പാരമീസിയത്തിൽ സീലിയ കാണുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ന്യൂട്രീഷൻ ആണ്. ഇത് സെക്കൻഡ് പോയിന്റ് നമ്മൾ കവർ ചെയ്തു. ഇനി ന്യൂട്രീഷൻ ആണ് നോക്കാനുള്ളത്. ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ പ്ലാന്റ്സ് പോലത്തെ ആൾക്കാരാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. ലൈക്ക് ഇവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ മെറ്റബോളിക് റിയാക്ഷൻ വഴി ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഓട്ടോട്രോപ്സ്. ലൈക്ക് അവർ സ്വന്തമായിട്ട് സ്വമേധയ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓട്ടോട്രോപ്സ്. ഇനി നമ്മൾ പറയുന്നത് ഹെട്രോട്രോപ്സ് ആണ്. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇവർ വേറൊരു ഓർഗാനിസത്തിന് മേലെ ഫുഡിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അവരെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ തേർഡ് പോയിന്റ് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് നെക്സ്റ്റ് ഫോർത്ത് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സിസ്റ്റ് ഫോർമേഷൻ. ഇവരുടെ ഒരു പെക്യൂലിയാരിറ്റി ആണ് എന്താണ്? സിസ്റ്റ് ഫോർമേഷൻ. നമുക്കിപ്പം ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്റ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഈ പ്രോട്ടിസ്റ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ സിസ്റ്റ് ഫോർമേഷൻ, ഒരു സിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇവരുടെ ബോഡി അവരെന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്യുന്നുണ്ട്. അതിനാണ് സിസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു അൺഫേവറബിൾ കണ്ടീഷനിലാണ് ഇവർ ചെയ്യുന്നത്. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ഇവർ എന്ത് ചെയ്യും? ഈ ഒരു സിസ്റ്റിനെ ഇവരെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്തിട്ട് ഇവർ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്. അതായത് സിസ്റ്റ് ഫോർമേഷൻ ആരിൽ നടക്കുന്നുണ്ട്? പ്രോട്ടിസ്റ്റയിൽ നടക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഇവരുടെ റീപ്രൊഡക്ഷൻ ആണ്. ഏതൊരു ഓർഗാനിസത്തിനും എന്താണ്? റീപ്രൊഡക്ഷൻ എസെൻഷ്യൽ ആണ്, അറിയാലോ. അപ്പം നമ്മുടെ ഈ ഒരു പ്രോട്ടിസ്റ്റിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അസെക്ഷൽ രീതിയിലും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സെക്ഷൽ രീതിയിലും എന്ത് നടക്കുന്നുണ്ട്? ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇനി അസെക്ഷൽ രീതിയിലാണെങ്കിൽ ഫ്യൂഷന് അതേപോലെ തന്നെ ബഡ്ഡിങ് രീതിയിലൊക്കെയാണ് നടക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇവരുടെ ലൈഫ് സൈക്കിൾ ആണ്. ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈഗോട്ടിക് മിയോസിസ് ഓർ ഗാമറ്റിക് മിയോസിസ് ആയിട്ട് എന്ത് നടക്കുന്നുണ്ട്? ഇവരുടെ ലൈഫ് സൈക്കിൾ നടക്കുന്നുണ്ട്. അതായത് ഇപ്പം ചില പ്രോട്ടിസ്റ്റ ഹാപ്ലോയിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അഡൽട്ട് വൺ ഹാപ്ലോയിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചിലത് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ അസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുകയാണെങ്കിൽ ഇവരിൽ എന്തായിരിക്കും ഉണ്ടാവുക? അവർ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യും, ഇൻഡോക്ടർ ഇൻഡിവിജ്വൽസ് ഫോം ചെയ്യും. എന്നാൽ ഇവരെന്ത് ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഹാപ്ലോയിഡ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഡിപ്ലോയിഡ് മൈറ്റോട്ടിക്കലിയും ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ് ആണ് ഉണ്ടാവുന്നത്. ഇതൊക്കെയാണ് ഇപ്പം എസെല്ലുലാർ ഓർ കൊളോണിയൽ ബോഡി വിത്തൗട്ട് ടിഷ്യൂ ഓർഗൻസ്. അടുത്തത് ലോക്കോമോട്ടർ സ്ട്രക്ചർ സ്യൂഡോപോഡിയ, ഫ്ലെജല്ല, സീലിയ. ന്യൂട്രീഷൻ, autotrophs and heterotrophs, cystic formation,
റീപ്രൊഡക്ഷൻ, എസെൻഷ്യൽ ആൻഡ് സെക്ഷൽ ആൻഡ് ലൈഫ് സൈക്കിളും നമ്മളാണ് നമ്മുടെ മേജറായിട്ട് ഇവരെ ബാക്കി ഓർഗാനിസത്തിൽ നിന്ന് ഡിഫറെൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, എഴുതി കൊടുക്കേണ്ടത്. ഇതൊക്കെയാണ് നമുക്കെന്ത് പറയാനുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.